ഭയം, നിഗൂഢത എന്നിവ പ്രതിനിധീകരിക്കുന്നത് കലാപത്തിന്റെ പ്രതീകം, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ. അതെ, നമ്മൾ അയാളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദ ലൂസിഫർ. ലാറ്റിൻ ഭാഷയിൽ പ്രകാശം എന്നർത്ഥം വരുന്ന ലെക്സ് എന്ന പദവും വഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഫെറയും കൂടി ചേർന്നാണ് ലൂസിഫർ എന്ന നാമം ഉണ്ടായിട്ടുള്ളത്. ലൂസിഫർ എന്ന പേരിന്റെ യഥാർത്ഥ അർത്ഥം വെളിച്ചം കൊണ്ടുവരുന്നയാൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പേര് പിശാചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, മറിച്ച് പ്രഭാ നക്ഷത്രമായ ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ ലൂസിഫറിനെ പലപ്പോഴും ദൈവത്തെ ധിക്കരിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത മാലാഖ സാത്താനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. ബൈബിളിലെ യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച്, പ്രഭാത നക്ഷത്രമേ, പ്രഭാത പുത്ര, നീ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വീണു? എന്നാൽ ഈ ഭാഗം യഥാർത്ഥത്തിൽ ലൂസിഫറിനെ കുറിച്ചാണോ? പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ബാബിലോണിയൻ രാജാവിന്റെ പതനത്തെ പറ്റിയാണെന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ ലൂസിഫറിനെ നരകത്തിന്റെ ഭരണാധികാരിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിത്യശിക്ഷയുടെ അഗ്നിജ്വാല മേഖല എന്നാൽ ബൈബിളിൽ ഈ വേഷത്തിൽ ലൂസിഫറിനെ പരാമർശിക്കുന്നില്ല. കാലക്രമേണ കഥകളും വ്യാഖ്യാനങ്ങളും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന രീതിയിലേക്ക് ലൂസിഫറിന്റെ പ്രതിച്ഛായ രൂപപ്പെടുത്തി എന്നതാണ് വാസ്തവം. ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ലൂസിഫർ സ്വർഗത്തിൽ സേവിക്കുന്നതിനേക്കാൾ നരകത്തിൽ വാഴുന്നതാണ് നല്ലതെന്ന് പ്രഖ്യാപിക്കുന്നു. ലൂസിഫറിനെ ഇന്ന് ആന്റി ഹീറോ ആയിട്ടാണ് പല വെബ് സീരീസുകളിലും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ പലരും ദ ലൂസിഫർ എന്ന് പറഞ്ഞ വെബ് സീരീസ് കണ്ടിട്ടുള്ളതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു റീലോ വാട്സ്ആപ്പ് സ്റ്റാറ്റസോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൂസിഫർ ഒരു വില്ലനാണോ, അതോ സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രതീകമാണോ, അതോ പൂർണ്ണമായും മറ്റെന്തെങ്കിലുമാണോ? ലൂസിഫറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു വഞ്ചകനോ, ഒരു വിമോചകനോ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയോ? ഈ കണ്ടന്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.